നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണെന്നാണ്. 1000 തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത്. കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ്. കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കും അത്. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറു കനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട. എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ശാന്തശീലരായിരിക്കും. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. കേട്ടറിവ് വച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും. നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളെ ലഭിക്കുന്നു. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു. നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ടു പോവുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായി പ്രാധാന്യം നൽകുമ്പോഴാണ്. സമയം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളെയോ മറ്റുള്ളവരുടെ നന്മകളെയോ കാണുന്നില്ല. നിങ്ങളെ അവഗണിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ഒരിക്കലും സ്നേഹിക്കരുത്. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്.
അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങളെ തോൽപ്പിക്കാനും ജയിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. കിട്ടുന്ന സ്നേഹം കൊണ്ട് ദരിദ്രനാണെങ്കിലും മെനഞ്ഞുകൂട്ടുന്ന സ്വപ്നങ്ങൾ കൊണ്ട് ധനികനാണ് ഓരോ മനുഷ്യനും. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നെടുക്കാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളിലും നിന്റെ പാദങ്ങൾ നിലത്തും സൂക്ഷിക്കുക. സ്വപ്നങ്ങളുടെ ഭംഗിയിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആദ്യം തന്നെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുക. ഏത് വിജയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ പ്രവർത്തനമാണ്. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷെ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്ന് വരും. കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു വരാൻ കഴിയാത്തത് കൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവ കൊണ്ട് കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെ മാറ്റാൻ കഴിയും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. കടലോരത്തെ കരിങ്കല്ലുകളെ പോലെ ആവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മധൈര്യം കൂടുതലുള്ളവരായിരിക്കും. സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളതില്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഇടയ്ക്കിടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണീരിന് കാരണമാകുന്നവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. മികച്ചത് തേടി നമ്മൾ യാത്രക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും നോക്കാതെ, മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു. മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക. കാട്ടുതീ ചന്ദനമരത്തെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്.
കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് ഒരു സ്ത്രീയുടെ തീരാ ദുഃഖമാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യം മനസ്സിലാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് മാറുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. മുതലെടുക്കുന്നവരുടെ അല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹായുഗത്തിന്റെ തുടക്കമായേക്കാം. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ്. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലിനും കുറ്റപ്പെടുത്തലിനും നമുക്കുള്ള പ്രചോദനമാണ്. വളരാത്ത പ്രത്യാശയ്ക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെയാകുക. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. സ്ത്രീകൾക്ക് പുരുഷനെ കീഴ്പ്പെടുത്താൻ വെറും 2 കാര്യങ്ങൾ മതി. 1 കണ്ണുനീർ, 2 സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം.